ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിന്നുള്ള ഡൽഹിയിലാണ്. ഡൽഹിയിൽ തന്നെ ഒരു തണുത്ത രാവിലെ ഉള്ളത്. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പുതിയ 2023 മെർസിഡീസ് ബെൻസ് GLE 450 ആണ്. സാധാരണ ഒരു ജർമ്മൻ SUV എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു പിക്ചർ ജി വാഗൺ ആയിരിക്കും അല്ലേ. എന്നാൽ ജി വാഗൺ ഇറങ്ങിയ കാലത്ത് SUV എന്ന ഓമന പേരുണ്ടായിരുന്നില്ല. അന്ന് ഓഫ് റോഡർ 4x4 എന്നല്ല വിളിച്ചിരുന്നത്. പിന്നീട് SUV എന്നുള്ള ഓമന പേരോട് വന്നിട്ടുള്ള ഫസ്റ്റ് ജർമ്മൻ വണ്ടിയാണ് ML ക്ലാസ്, GLEൻ്റെ മുൻഗാമി. അപ്പോൾ GLE എന്നുള്ളത് ആക്ച്വലി റീബ്രാൻഡിങ് ചെയ്താണെങ്കിലും ML ആണ് ആക്ച്വലി ഇതിൻ്റെ ബേസ്. ML വന്നത് 1997 പിന്നീടാണ് എല്ലാ ജർമ്മൻ SUVസും വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ജർമ്മൻ SUV എന്ന് പറയുന്ന ജി വാഗൺ ആണെങ്കിലും നമുക്കൊരു സ്പോർട്ടി ക്യാരക്ടറോട് വന്ന് ഒരു SUV ഓമന പേരിട്ട് വിളിക്കാവുന്ന വണ്ടി ML ആയിരുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ് GLE. GLEയുടെ തന്നെ 450 എന്ന പെട്രോൾ വേരിയൻ്റ് ആണ് ഇന്ന് കൊണ്ടുവന്നുള്ളത്. സോ ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. ഈ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ അഥവാ SUV ഇതൊരു പുതിയൊരു ഓമന പേരാണ്. ഇതിപ്പോൾ നമ്മൾ ജാക്കപ്പ് ചെയ്തിട്ടുള്ള ഹാഷ് ബാക്കിന് വിളിക്കുന്നുണ്ട്, ചെറിയ വണ്ടികൾക്കെല്ലാം വിളിക്കുന്നെങ്കിലും ശരിയായ ഒരു SUV ഫോർമാറ്റിൽ വന്നിരിക്കുന്ന വണ്ടികളാണ് GLE പോലുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികൾ. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ 7 മോഡലുകളാണുള്ളത്. അത് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള BMW, Audi, Lexus, Volvo, ജീപ്പ്, അങ്ങനെ എല്ലാ ബ്രാൻഡിൻ്റെയും വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേരുമ്പോൾ 7 മോഡലുകൾ നല്ല ടൈറ്റ് കോമ്പറ്റീഷനുള്ള ഒരു സെഗ്മെൻറ്റിലാണ് ആക്ച്വലി GLE വരുന്നത്. GLE ഇൻട്രൊഡ്യൂസ് ചെയ്ത ML ആണെന്ന് ഞാൻ പറഞ്ഞു. ആ 97 ML ഇറങ്ങിയ സമയത്ത് ജുറാസിക് പാർക്കിൻ്റെ ഒരു സെക്കൻഡ് വേർഷന്, എൻ്റെ ഓർമ്മ ശരിയാണ്, സെക്കൻഡ് വേർഷനിൽ തന്നെയായിരുന്നു. ഒരു അടിപൊളി സ്റ്റണ്ടെല്ലാം സീനെല്ലാം ML ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് റോഡ് 4 വീൽ ഡ്രൈവ് സ്റ്റണ്ട്സ് എല്ലാം. അത് ശരിക്കും ഈ ഒരു T-Rex ഒന്ന് അറ്റാക്ക് ചെയ്ത സമയത്ത് ആ ഒരു കാരവൻ പോയിട്ട് അതിനെ ഒരു വിൻ ചെയ്തിട്ട് എടുക്കുന്നെല്ലാം സീനാണ്. അപ്പോൾ അന്ന് തന്നെ ഇതിനൊരു ക്യാരക്ടർ ഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബേസ് വന്നിരുന്നത് അന്നും ജി വാഗൺ ആയിരുന്നു. തുടക്കകാലത്ത് നല്ല ഓഫ് റോഡ് പാക്സ് എല്ലാം വന്നിരുന്നു. ശരിക്കുള്ള ജി വാഗണിലെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ടഫ് ഓഫ് റോഡിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാക്സ് എല്ലാം വന്നിരുന്നു. പിന്നീട് SUV എന്നുള്ള ക്യാരക്ടർ ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ കൂടുതലും ഓൺ റോഡായി മാറി. എന്നാലും അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഓഫ് റോഡേഴ്സ് തന്നെയാണ് GLEയും GLS എല്ലാം തന്നെ. എന്നാൽ മുമ്പുണ്ടായിരുന്ന പോലത്തുള്ള ചില ഓഫ് റോഡ് പാക്സ്, അതായത് അണ്ടർ ഷീൽഡിൽ കവർ ചെയ്തിട്ടുള്ള പാക്സ് ഇപ്പം ഓപ്ഷണലായിട്ട് മാത്രമാണ് വരുന്നത്. എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ അപ്ഡേഷൻസ് എല്ലാം കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിൽ വന്നിരുന്ന പുതിയ GLEയിൽ ആദ്യത്തെ വന്നിരുന്ന ഫേസ് ഒരു കുറച്ച് ഡൾ ഫേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ചിലർ ആഫ്റ്റർ മാർക്കറ്റിൽ ഫേസെല്ലാം ചെയ്ത്. എന്നാൽ ഇതോട് കൂടിയിട്ട് ആ കാര്യങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്ത് മാക്സിമം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഫോർ മണി എന്ന രീതിയിലാണ് ഇവർ കൊണ്ടുവന്നത്. വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 1 കോടി രൂപയോളം വരുന്ന SUV ആണ്. ഈ ഒരു വേരിയൻറ്റ് വരുന്ന 1.2 crore വരും എക്സ്ഷോറൂം പ്രൈസ്. അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റും എക്സ്പെൻസീവായി മാറി പ്രൈസ് എല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെർസിഡീസ് ബെൻസിൻ്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻ്റ് ആയിട്ട് അവർ പറയാറുള്ളത് അവരുടെ റീസെയിൽ വാല്യൂ, റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയും, റീസെയിൽ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ GLE വില കൂടിയാലും ആളുകൾക്ക് ഇഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. മെർസിഡീസ് GLEയുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അത് റിയറിലാണ്. പക്ഷേ ഞാൻ ഫ്രണ്ടിലേക്ക് വരുമ്പം ഈ ഒരു പുതിയ ഫേസിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു AMG സ്പോർട്ട് ഗ്രിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതാണ്. ഈ AMG പോലെയുള്ള സ്പോർട്ട് പാക്ക് വന്നതോടുകൂടി തന്നെ ഇതിൻ്റെ ഫേസ് ആകെ മാറി. ഈ ഒരു ഗ്രിൽ ഫോമാറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഡബിൾ സ്ലാക്ക് ആണ്, ഇത് സിംഗിൾ സ്ലാക്ക്. പക്ഷേ അതിപ്പോൾ റീറ്റൈൻഡ് ആണ്. അത് പക്ഷേ GLE 300 ഇത് 450 400 ഈ ഒരു പാക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ സ്ലാക്കും സ്റ്റാർ സ്റ്റാർട്ടഡ് ആയിട്ടുള്ള ഗ്രില്ലും പിന്നെ ഈ ഒരു ആംഗ്രി ഫേസ് ആയിട്ടുള്ള ഇൻവേഴ്സ് ആയിട്ടുള്ള ഷേപ്പും കൂടെ വരുമ്പോൾ ശരിക്കും ഒരു അഗ്രഷൻ കൂടി, കുറച്ചുകൂടി പ്രസൻസ് കൂടി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെർസിഡീസ് ഒരു ഡിസൈൻ ഫിലോസഫിയോട് മാച്ച് ആവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ബമ്പറിലാണ് വലിയൊരു എയർവെൻറ്റും ഇവിടെ ഒരു വലിയൊരു എയർവെൻറ്റിൻ്റെ ഒരു സ്കോപ്പുള്ള രീതിയിലുള്ളൊരു ഫേസും എല്ലാം വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ കുറച്ചൊരു സ്പോർട്ടി ക്യാരക്ടറായിട്ടുണ്ട്. അത് നമുക്ക് എല്ലായിടത്തും കാണാം. അതാണ് ഇതിൽ വന്നിരിക്കുന്ന മേജർ മാറ്റം. മറ്റൊരു മാറ്റമുള്ള ഈ മൾട്ടി ബീം ലൈറ്റിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന ലൈറ്റിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് 2 ഡോട്ട്സ് താഴെ മേലായിട്ട് വരുന്നു, വിച്ച് ഡിനോട്ട്സ് GLE എന്ന് പറയുമ്പോൾ E ക്ലാസിൻ്റെ ഈക്വലൻ്റ്. S ആകുമ്പം 3 ഡോട്ടാണ് വരിക, സിക്കാണ് 1 ഡോട്ട്. അപ്പോൾ ആ രീതിയിൽ 2 ആയിട്ടുള്ള ഡോട്ട്സ് വന്നിട്ടുണ്ട്. മൾട്ടി ബീമാണ്, അടിപൊളി ലൈറ്റാണ്. ഇതിൻ്റെ ഏറ്റവും ഉപയോഗം ഞാൻ ഫീൽ ചെയ്യാറുള്ളത് രാത്രി, എസ്പെഷ്യലി നമ്മൾ ഈ വണ്ടീൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കണ്ണിലടിക്കാതിരിക്കുന്ന രീതിയിൽ ഷാഡോ ചെയ്യും. പിന്നെ ഇവിടെ പവർ ഹംസ് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഫ്രണ്ടിനെ മെയിൻ അട്രാക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളതെല്ലാം കമൻറ്റിൽ അറിയിക്കണം. എന്തായാലും സൈഡ് പ്രൊഫൈലിൽ വലിയ മാറ്റം ഇല്ലെങ്കിലും ചെറിയ മാറ്റമുണ്ട്. ആ ചെറിയ മാറ്റത്തിൽ അത്യാവശ്യം നല്ലൊരു ഫീല് തോന്നിയിട്ടുണ്ട് എനിക്ക്. അത് നമുക്ക് നോക്കാം. രാവിലെ ആയതുകൊണ്ട്, ഒരു ഫ്രഷ് ഡേ ആയതുകൊണ്ട് ഒരുപാട് കിളികളുടെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറേ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോകും. എന്തായാലും ഇപ്പം ഇല്ല.
സൈഡ് പ്രൊഫൈലിൽ വന്നിരിക്കുന്ന ഒരു മേജർ മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന വീൽ ആർച്ചുകളെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടായിരുന്നു. ഇതിപ്പം ബോഡി കളറായി, അതും തന്നെ കുറച്ച് സ്പോട്ടിയ ക്യാരക്ടറാക്കി. 20 ഇഞ്ചിൻ്റെ 5 ട്വിൻ സ്പോക്ക് വീല് വന്നിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന കുറച്ച് തിക്കായിട്ടുള്ള റബ്ബറുമാണ്. ടയർ തിക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റൈഡ് കംഫർട്ടും ലഭിക്കുന്നുണ്ട്. വേറെ സൈഡിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ ഒരു കളറാണെങ്കിലും ഗ്രേ ആണെങ്കിലും അത്യാവശ്യം എനിക്ക് അട്രാക്റ്റീവ് തോന്നിയൊരു കളറാണ്. നമ്മളെ ആളുകളും ഇപ്പം കളേഴ്സ് സെലക്ട് ചെയ്ത് തുടങ്ങിയെന്നുള്ള സന്തോഷമുണ്ട്. മറ്റു വെറും ഒരു വൈറ്റിലേക്കും കുറച്ച് ബ്ലാക്കിലേക്കായിരുന്നു നിന്നിരുന്നത്. ഇനി ഈ ഒരു ചേഞ്ച് തന്നെ അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. പിന്നെ വലിയൊരു റൂഫ് റെയിൽ വരുന്നുണ്ട്, ഫുള്ള് ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഒരു GLEയുടെ ഒരു ഐഡൻറ്റിറ്റി ആയി നിന്നിരുന്ന ഈ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന സി പില്ലറും റാപ്പ് അറൗണ്ട് ആയിട്ടുള്ള ഒരു കോട്ടർ ഗ്ലാസ്സുമാണ്. അത് തുടക്കം മുതൽ GLEയുടെ എലമെൻറ്റ് അത് എത്ര തവണ അവർ അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോഴും അതങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീൽ ആർച്ചിലെല്ലാം തന്നെ കുറച്ചൊരു സ്പോട്ടി ക്യാരക്ടർ, നേരത്തെ ഫ്ലാറ്റ് കട്ടാണ്, ഇപ്പോൾ കുറച്ചൊരു സ്പോട്ടി ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേരുമ്പോൾ ശരിക്കും നല്ലൊരു സ്പോട്ടിക് ഫീൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ശരിക്കും നമുക്ക് കയറിക്കാവുന്ന രീതിയിൽ അത്യാവശ്യം വെയിറ്റിൽ എടുക്കുന്ന സ്റ്റെപ്പ് തന്നെയാണ്. പിന്നെ ഇതിൽ വന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ 275/50 ടയർസ് ആയതുകൊണ്ട് അത്യാവശ്യം തിക്കാണ്. അത് തന്നെ കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുറച്ചൊരു SUV ക്യാരക്ടർ ലഭിക്കുന്നുണ്ട്. ടെയിലൈറ്റിന് റാപ്പ് അറൗണ്ട് ആയിട്ട് ഒരു സൈഡിലേക്ക് നിൽക്കുന്നതും ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ ഗുണം ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്ക് ഈ ഒരു മാറ്റം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഇന്ത്യയിൽ പുതിയ വന്നിരിക്കുന്ന ഈ സ്പോർട്ട് പാക്ക് അല്ലെങ്കിൽ AMG പാക്കിൽ വന്നിരിക്കുന്ന മാറ്റമാണ് എനിക്ക് കൂടുതൽ അട്രാക്റ്റീവ് തോന്നിയിട്ടുള്ളത്. എക്സ്റ്റീരിയറിൽ റിയറിൽ കാര്യമായ ചേഞ്ചസ് ഒന്നും നമുക്ക് കാണില്ല. കാരണം ആ ചേഞ്ച് വളരെ സട്ടിലായിട്ടുള്ള ചേഞ്ചാണ്. മെയിനായിട്ടുള്ള ചേഞ്ചുള്ള ഈ ഒരു ടെയിൽ ലൈറ്റിനുള്ളിലത്തെ ഗ്രാഫിക്സിനാണ്. LED ഗ്രാഫിക് ഫ്രണ്ടിൽ കണ്ട പോലെ 2 ലൈറ്റ് ബാസ് LED ലൈറ്റ് ബാസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ LED ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സും ബ്രേക്ക് ലൈറ്റും റിവേഴ്സ് ലൈറ്റെല്ലാം വരുന്നുണ്ട്. അതെല്ലാം നല്ല നീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. റിയറിൽ ബേസിക്കലി വന്നിരുന്ന റിയർ സ്പോയിലർ അതങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്ലാസ് പോർഷൻ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പം ഒരു ആംഗുലർ ആയിട്ടുള്ള ടെയിൽ പൈപ്പും ക്രോം സ്ട്രിപ്പെല്ലാം കാണാം. 2 സൈഡിലും ടെയിൽ പൈപ്പ് ഉണ്ടെങ്കിലും 2ലും എക്സോസ്റ്റ് കണക്റ്റഡ് അല്ല. അതൊരു ഡിസൈൻ എലമെൻറ്റ് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഇനി ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് GLEക്ക് ഉള്ളത്. എസ്പെഷ്യലി GLE തന്നെ SUV കൂപ്പയുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം കൂപ്പയാണ്, പക്ഷേ അത് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കില്ല. തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബൂട്ടാണ്. അത് ലോവർ ചെയ്യാൻ നമുക്കിവിടെ ബട്ടൺ ഉണ്ട്. അതിൽ നമുക്ക് എയർ സസ്പെൻഷൻ ലോവർ ചെയ്യാൻ പറ്റും. ലോവർ ചെയ്ത് കുറച്ച് സ്ലോയിലാണ് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ലോഡെല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാവുന്ന രീതിയിൽ അത്രയും ബാക്ക് താവുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടോ? താന്നിട്ടുണ്ട്. ഓക്കെ, താന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു സ്പേസ് സേവർ വീലുണ്ട്. വളരെ തിന്നായിട്ടുള്ളൊരു സ്പേസ് സേവർ വീലാണ്. അതിട്ട് ഓടുന്ന കാണുമ്പോൾ തന്നെ പോളി പിടിച്ച കാര്യം ഉണ്ടാവും സാധാരണ. അപ്പോൾ ഏതായാലും അത് നമുക്ക് ആവശ്യം വരാതിരിക്കട്ടെ. അത് തുറന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആ സ്പേസ് നമുക്ക് എൻഹാൻസ് ചെയ്യണമെങ്കിൽ 60/40 സ്പ്ലിറ്റ് ചെയ്തിട്ട് റിയർ സീറ്റും ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഗ്ലോബലി ആക്ച്വലി GLEക്ക് 3 row സീറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ അത് വന്നിട്ടില്ല. ഇന്ത്യയിൽ 2 row സീറ്റായിട്ട് തന്നെ വന്നിട്ടുള്ളൂ. കാരണം ഇവിടെ GLS ഉള്ളതുകൊണ്ടായിരിക്കും അത്. എനിവേ നമുക്ക് റൈഡ് ഹൈറ്റ് പഴയ പോലെ ആക്കാം. ഇനി അതല്ലെങ്കിലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ബാക്ക് ടു ദാറ്റ് പൊസിഷൻ വരും ചെയ്യും. പുതിയ GLEയിൽ വന്നിരിക്കുന്ന ഇൻറ്റീരിയർ വലിയൊരു ചേഞ്ച് ഒന്നുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. കാരണം പഴയ ഡിസൈൻ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് എ വെരി ഗുഡ് ഡിസൈൻ. ഇത് GLSലും ഈവൻ GLS മായബാക്കിലും വന്നിട്ടുണ്ട് അതേ ഇൻറ്റീരിയർ ഡിസൈനാണ്. ഡാഷ്ബോർഡ് സിമിലർ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ കുറച്ച് മാറ്റങ്ങൾ ആക്ച്വലി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നമുക്ക് കാണുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള പുതിയ GLC അടക്കം ബാക്കിയുള്ള മെർസിഡസ് സിഡാനിൽ വന്ന പോലെ വെർട്ടിക്കൽ സ്ക്രീൻ ഫോമാറ്റ് അല്ല, ഒറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സ്ക്രീൻ ഫോമാറ്റാണ്. ഇത് നമുക്ക് 2 സ്ക്രീൻ ഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള കുറച്ച് മുമ്പ് മെർസിഡസിൽ വന്നിരുന്ന അതേ ഡിസൈനാണ്. ഇത് ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോഴും കുറച്ച് അനലോഗ് സ്വിച്ചസും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. സ്ക്രീനും ഉണ്ട്, എന്നാൽ സ്വിച്ചസും ഉള്ള രീതിയിൽ തന്നെയാണ് ഡിസൈനിൽ. മേജർലി 2 12.3 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ക്രീന് അത് നമുക്ക് ഇഷ്ടമുള്ള രീതി കസ്റ്റമൈസ് ചെയ്ത് നമ്മളെ ചോയ്സ് അനുസരിച്ച് നമുക്ക് വെക്കാം. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ക്ലാസിക്കാണ്. എനിക്കെന്തോ ക്ലാസിക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സ്പോട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന അണ്ടർസ്റ്റേറ്റഡ് എന്ന് പറഞ്ഞതുണ്ട്. അതൊരു നല്ല രസമുള്ളൊരു കളറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പലർക്കും ഇഷ്ടമുള്ളത് സ്പോട്ടാണ്. ഈ ഒരു റെഡ് കളറിലെ സ്പോട്ടാണ് ഏറ്റവും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പുറമെ നമുക്ക് ഫുൾ നാവിഗേഷൻ ആയിട്ടുള്ള സ്ക്രീൻ, അതായത് ഇവിടെ കാണുന്ന അതേ മാപ്പ് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഈ അസിസ്റ്റൻറ്റ് ഫീച്ചേഴ്സ്, പിന്നെ അഡാസ് ഇതിൽ പ്യൂർലി വന്നിട്ടില്ലെങ്കിലും ഈ ഒരു ഫീച്ചറിൽ അഡാസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാണിക്കുന്ന രീതിയിലുള്ള ഓഫ് റോഡ് ചെയ്യുമ്പോഴുള്ള സ്ക്രീൻ, അതിൽ കുറേ ഓഫ് റോഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസ് എന്നുള്ള സ്ക്രീൻ, ഇതിൽ നമുക്ക് സർവീസ് ഡാറ്റാസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് എപ്പോഴും നിൽക്കാറുള്ളത് ക്ലാസിക്കാണ്.
അപ്പോൾ അതിലേക്ക് തന്നെ പോവാണ്. ഈ ഒരു സ്ക്രീനിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് സ്ക്രീനാണ്, അത്യാവശ്യം നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാണ്. എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീനാണിത്. അപ്പോൾ ഏറ്റവും പുതിയ MBUX ആണ് വന്നിരിക്കുന്നത്, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള. ഇതിൽ ഓഫ് റോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പല സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സെറ്റിംഗ് നമ്മൾ റീസെൻ്റ്ലി GLCയിൽ കണ്ടൊരു സെറ്റിംഗ് ഉണ്ട്. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന മിറർ ക്യാമറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിറർ ബോണ്ടിരുന്നത്. എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത്രയും സ്മൂത്ത് റിഫൈൻഡ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്ന അറിയില്ല, കാരണം ഇതിനെല്ലാം 48 വോൾട്ടിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. നേരത്തെ നമുക്ക് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഡാർക്കായി നിൽക്കുന്നത് ആക്ച്വലി വണ്ടി മൂവ് ചെയ്യുമ്പം ഒരു 5 മീറ്റർ പോയി കഴിയുമ്പോഴേക്ക് ആ ഇമേജസ് എല്ലാം തന്നെ അബ്സോർബ് ചെയ്ത് ഇതിൽ വരും. അപ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു ഫ്രണ്ടിലേക്ക് പോകുന്ന 5 മീറ്ററോളമുള്ള ലെങ്ത്തുള്ള വീഡിയോ ആദ്യം ക്യാപ്ചർ ചെയ്ത് വണ്ടി എത്തുമ്പോൾ ശരിക്കും ഇത് റെപ്ലിക്കേറ്റ് ചെയ്യും. ഇത് നമ്മൾ GLCയിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അത് പരിചിതമായിട്ടുള്ള സിസ്റ്റമാണ്. ഇത് ഓഫ് റോഡ് ചെയ്യുമ്പം പാർക്ക് ചെയ്യുമ്പോൾ എല്ലാം തന്നെ വളരെ ഉപകാരപ്പെടുന്ന ഫീച്ചറാണ്. ഇപ്പം ഗിയർ ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. അതൊരു അടിപൊളി ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ സിസ്റ്റം ഭയങ്കര അപ്ഡേറ്റ് ആണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. എന്തായാലും എഞ്ചിൻ ഓഫ് ചെയ്യാം. വലിയ വ്യത്യാസം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. വലിയൊരു ഹെഡപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, ഞാൻ ഡ്രൈവിൽ പറഞ്ഞുതരാം അതിനെക്കുറിച്ചിട്ട്. പിന്നെ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പുള്ള 4 എയർവെൻ്റെ അവിടുത്തെ ഒരു അട്രാക്ഷൻ അത് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ചസിൻ്റെ ഒരു പാനൽ വന്നിട്ടുണ്ട്. ഇതിൽ AC കൺട്രോൾസ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഇത് ചില ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യും ഇതിൻ്റെ സീറ്റിംഗ് ശരിയില്ല. എനിക്കിത് ഇളകുന്നതായിട്ടും തോന്നുന്നില്ല. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. ഫുൾ നല്ല സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റിയാണ്. പുതിയ സ്റ്റെയറിംഗ് വീൽ വന്നിട്ടുണ്ട്. ഇത് മെർസിഡീസ് പുതിയതായിട്ട് ഇപ്പോഴത്തെ S ക്ലാസ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ മോഡലും വന്നിരിക്കുന്ന സ്റ്റെയറിംഗ് വീലാണ്. AMG ആയിട്ട് അല്ലെങ്കിൽ സ്പോർട്ടായിട്ടുള്ള സ്റ്റെയറിംഗ് വീൽ, അതാണ് ഫ്ലാറ്റ് ബോട്ടം വരെ. ഇത് പ്രോപ്പറായിട്ടുള്ള സ്റ്റെയറിംഗ് വീലാണ്. ലിവേഴ്സ് എല്ലാം ഇവിടെ തന്നെ വരുന്നത്. ഏറ്റവും ഈസിലി യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള പാഡൽ ഷിഫ്റ്റേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓപ്പൺ പോർ വുഡാണ് ഇതിൽ കാണുന്നത്. ഇതെനിക്ക് എപ്പോഴും കൺഫ്യൂഷനുള്ള കാര്യമാണ്. ആളുകൾക്ക് ഏതാണ് കൂടുതൽ ലക്ഷറി ഫീൽ ആയി തോന്നുന്നത്? നമ്മൾ ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ലാക്കർ ഫിനിഷ് ചെയ്ത് പറഞ്ഞിട്ടുള്ള സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നതാണോ, അത് ഇങ്ങനത്തെ ഒരു മാറ്റ് ഫിനിഷ് ആണോ നിങ്ങൾക്ക് ഒരു ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യുന്നത്? അതെന്തായാലും കമൻറ്റിൽ പറയാം. എന്നാലും ഇതിൽ 2 ഇൻറ്റീരിയർ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഏറ്റവും അധികം ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ബേജാണ്, വൈറ്റിഷ് ബേജാണ് ഇത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രൗൺ ഇൻറ്റീരിയർ വരുന്നുണ്ട് ഡാർക്ക് കളേഴ്സായിട്ട്. പക്ഷേ ഇതിനൊരു ഡിഫിക്കൽട്ടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബേജ് ഇൻറ്റീരിയറിന് എഗെയിൻസ്റ്റ് എന്ന് പറയാൻ കാരണം അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി വെച്ചിട്ടാണ്. എനിക്കും കാണുമ്പോൾ കൺകുളിർമല തോന്നുന്ന ഇൻറ്റീരിയർ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കൈ വെക്കുന്നിടത്തും ഈ ഒരു ഡോർ ഹാൻഡിലിനോട് ഇവിടെ എല്ലാം നമുക്ക് അഴുക്ക് വന്നതാണ്. നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ പലരും ജീൻസെല്ലാം ചിലപ്പോൾ പുതിയതിടുമ്പം നീല കളറിൽ ഇളകുന്നതെല്ലാം നമ്മൾ സീറ്റുമ്പോൾ കാണുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ വണ്ടി ആയതുകൊണ്ട് തന്നെ പലരും ഉപയോഗിക്കും. ഇത് ഏകദേശം 3800 കിലോമീറ്റർ ഓടിയുള്ളൂ, അപ്പോൾ തന്നെ ഇത്ര അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വലിയൊരു പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. സീറ്റെല്ലാം തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഹീറ്റിങ്ങും കൂളിങ്ങും എല്ലാം വരുന്നുണ്ട്. ലെഫ്റ്റ് സീറ്റ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ലെഫ്റ്റിലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മുതലാളിക്ക് ബാക്കിൽ ഇരിക്കുന്ന സ്വഭാവമാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കുള്ള സീറ്റിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു ഗ്രാബ് ഹാൻഡിൽ ഡിസൈന് ഇത് GLSലും GLലും കണ്ടാണ് അട്രാക്റ്റീവാണ്. സീറ്റ് അതുപോലെ തന്നെ കുറച്ച് കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാനോ കുറയ്ക്കാൻ പറ്റും. ടച്ച് പാഡ്, മുമ്പുണ്ടായിരുന്ന ടച്ച് പാഡ് റീറ്റെയിൻഡ് ആണ്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കിട്ടുന്നൊരു ഫീൽ, ഡ്രൈവിംഗ് കിട്ടിയ ഫീൽ തന്നെ കുറച്ചൊരു ഉയർന്നിരിക്കുന്ന ഒരു കമാൻഡിങ് ഫീലുണ്ട്. എന്നാലും ഒരു G-Wagon പോലെയോ ഉള്ള ഫീലൊന്നുമല്ല ഉള്ളത്. നമുക്ക് സാധാരണ ഒരു SUVയിൽ കിട്ടാവുന്ന ഒരു കമാൻഡിങ് ഫീലാണല്ലോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ ആണ്. കാരണം ഇതിൽ വണ്ടി ലോഞ്ച് ചെയ്യുമ്പോൾ GLE ലോഞ്ച് ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ ഇവർ ലോങ് വീൽ ബേസ് എന്നാണ് വിളിച്ചിരുന്നത്. ആക്ച്വലി അങ്ങനെ 2 വേരിയൻ്റ് ഉണ്ടായിട്ടില്ല. പൊതുവേ GLEൻ്റെ വീൽ ബേസ് കൂട്ടിയിട്ടുണ്ട്, മുമ്പുള്ളതിനേക്കാൾ വളരെയധികം സ്പേസ് കൂട്ടിയിട്ടുണ്ട്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന സെക്കൻഡ് റോ സീറ്റിലാണ്. 3 റോ സീറ്റ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണലി 3 റോ സീറ്റ്, അതായത് 5 സീറ്റ് പ്ലസ് 2 സീറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ അത് കൊണ്ടുവന്നിട്ടില്ല. അതിന് ഇവിടെ GLS ഉള്ളതുകൊണ്ടായിരിക്കണം. അതല്ല, നമുക്ക് സെക്കൻഡ് റോ സീറ്റ് നോക്കാം. ഇപ്പോൾ റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പേസ് കൂടിയിട്ടുണ്ട്, വീൽ ബേസ് കൂടിയോടുകൂടിയിട്ട്. അത് ഈ ഒരു ജനറേഷൻ ഇത് ഫേസ് ലിഫ്റ്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജനറേഷനിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഇപ്പോൾ ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പാനോറമിക് സൺറൂഫ് ക്ലോസ് ചെയ്ത് വെച്ചാൽ തുറന്ന് വെച്ചാൽ നല്ല റൂമിനെസ് തോന്നും. വലിയ വിൻഡോ ഉണ്ട്. ഇതിൽ തന്നെ ബ്ലൈൻഡ് വന്നിട്ടുണ്ട്. അതും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ബ്ലൈൻഡാണ്. ഇപ്പോഴും പല വണ്ടികൾക്കും മാനുവലി ചെയ്യണം. ഏതായാലും GLEയിൽ അത് ഇലക്ട്രിക്കലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ റിയർ സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള, ഫ്രണ്ടിലെ പോലെ തന്നെ ഡോറിലെ ബട്ടണിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും മുന്നോട്ടാക്കാൻ പറ്റും. അത് നമുക്ക് ബേസിക്കലി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, ബൂട്ടിൽ കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് കിട്ടും. ഇനി പിന്നോട്ടൊക്കെ ആക്കണമെങ്കിലും നേരത്തെ ഉള്ളതിനേക്കാളും പിന്നിലേക്ക് പോയി. അതുപോലെ തന്നെ ഇതിൻ്റെ റിക്ലൈനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ മാക്സിമം റിക്ലൈനിലുള്ളത് ആണെങ്കിൽ ഇങ്ങനെയുള്ള സീറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് കിട്ടും. റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഒരു സിഡാനിൽ ഇരിക്കുന്ന ഒരു ഫീല്
നമ്മുടെ അൾട്ടിമേറ്റ് ഒരു എസ് ക്ലാസ് ഒന്നും ഞാൻ പറയുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു സിഡാനിലിരിക്കുന്ന ഒരു ഫീലാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കംഫർട്ട് കൂട്ടാൻ ഈ ഒരു ആൻഡ്രസ്റ്റ് താത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ഇരുന്ന് പോകാൻ പറ്റും. അതിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഈ ഒരു പില്ലോ ആണ്. അത് എസ് ക്ലാസ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ആ അഡ്രസ്സും ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ പില്ലോ വയ്ക്കുന്ന ഒരു പൊസിഷൻ അത് വളരെ കംഫർട്ടബിൾ ഇരുന്ന് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ അത്യാവശ്യം സ്പേസ് എല്ലാം ഉണ്ട്, നമുക്ക് ഫോണോ ഗാഡ്ജറ്റെല്ലാം വെക്കാൻ പറ്റും. പക്ഷേ റിയർ ഇൻഡക്ഷൻ ചാർജിങ് വരുന്നില്ല. ഈ ഫോൺ തന്നെ നമുക്ക് ഇവിടെ വെക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ ഫോൺ ഇങ്ങനെ വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ വെക്കാൻ സ്വഭാവം ഉണ്ടെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റും. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്, അതിൽ നമുക്ക് എന്തെങ്കിലും വാളറ്റ് പോലെല്ലാം വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. റിയറിൽ എൻ്റർടൈൻമെൻറ്റ് വേറെ ഫീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല. അതുണ്ടാകുമ്പം അതിൻ്റെ ടാബ്ലറ്റ് വെക്കുന്ന സ്പേസാണ് ബേസിക്കലി ഇത്. അതിങ്ങനെ യൂസ് ചെയ്തേ ഉള്ളൂ. റിയർ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് സ്ക്രീനോ കാര്യമൊന്നും വന്നിട്ടില്ല. എന്തായാലും ഇത് അൺഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഇവിടെ കൊണ്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് സെൻറ്റർ കൺസോൾ വന്നിട്ടുള്ളത്. എയർ വെൻറ്റും അതുപോലെ തന്നെ AC കൺട്രോളറാണ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ തേർഡ് പേഴ്സണിന് ഇരിക്കുന്ന സ്പേസ് കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐ റെക്കമെൻഡ് 2 people ഓൺലി. ഇവിടെ കുട്ടികളാണെങ്കിലും ശരിക്കും ബെൽറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ മുട്ടെല്ലാം ബ്രേക്ക് ചെയ്യുമ്പോൾ തട്ടും. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 USB-C ചാർജിങ് ഉണ്ട്. ഫ്രണ്ടിലും USB-C ചാർജിങ് അല്ല, USB ചാർജിങ് ഇല്ല. ഇവിടെ നെറ്റിൽ നമുക്ക് സാധനങ്ങളെല്ലാം വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതാണ് റിയർ സീറ്റ്, സെക്കൻഡ് റോ സീറ്റ് വരുന്നത്. എനിക്കറിയാം പല ആൾക്കാരും ഇപ്പോഴും സെക്കൻഡ് റോ സീറ്റ് ആണ് മുതലെല്ലാം ഉപയോഗിക്കുന്നത് വണ്ടി ഡ്രൈവ് ചെയ്യുന്നില്ലെങ്കിൽ. അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളി എൻജോയ് ചെയ്ത് പോകാവുന്ന സീറ്റാണ് GLEയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ചിലർ വണ്ടിയിലിരുന്ന് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരിരിക്കുന്ന രീതിയാണ് അത് ഇങ്ങനെയല്ലാണ് കാണുക. ഇങ്ങനെ ഇരുന്ന് ഡീസലിൽ ഓടിക്കുന്നവർ ഓടിക്കും. പക്ഷേ മെർസിഡീസിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി വെച്ച് നോക്കണത് 7'2" ആളുടെ ലെങ്ത്താണ്. അത്രയും വേണ്ട നമുക്ക്. സാധാരണഗതിയിൽ എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 5'8" ഞാൻ വെച്ചിട്ട് മെർസിഡീസ് എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, യെസ്, 90 ഡിഗ്രി. കൈ കറക്റ്റാണ്, നല്ല വ്യൂ, ഹൈറ്റ് കറക്റ്റാണ്, കമാൻഡിങ് പൊസിഷൻ. ഇത് മെർസിഡീസ് ബെൻസിൻ്റെ സീറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ്. ഇതിവിടെ കംഫർട്ടിലാണ് വരുന്നത്. കംഫർട്ടിലെടുത്ത് കഴിഞ്ഞാൽ സീറ്റിൽ നമുക്ക് പൊസിഷൻ സീറ്റ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ ഹൈറ്റ് സെൻറ്റിമീറ്റർ ആയിട്ടോ ഇഞ്ചായിട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏറ്റവും നല്ല ഡ്രൈവിംഗ് പൊസിഷൻ മെർസിഡീസ് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം നമ്മളെ പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം ഇത് കറക്റ്റ് തന്നെയാണ്. കറക്റ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ഡ്രൈവിംഗ് പൊസിഷൻ ശീലമായവർക്ക്, എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ ചാരി ഇരുന്നിട്ടും ബാക്കോട്ട് ഇരുന്നിട്ടും കൈ നീട്ടി വെച്ചിട്ട് ഓടിക്കുന്നവരെ കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നല്ല ഡ്രൈവിംഗ് ആയിരിക്കില്ല. അതിനുള്ള കാരണങ്ങളുണ്ട്, പിന്നീട് ഒരിക്കലും ഞാൻ പറഞ്ഞുതരാം. 3 വ്യത്യസ്തമായിട്ടുള്ള എൻജിൻ വേരിയൻറ്റുകളാണ് പുതിയ GLE വന്നിട്ടുള്ളത്. ഒന്ന് GLE 300D, മറ്റൊന്ന് GLE 450D, മറ്റേ വന്നിരിക്കുന്ന പെട്രോൾ, അതാണ് നമ്മൾ ഓടിക്കുന്ന GLE 450. ഇതിൽ 300Dയിൽ വന്നിരിക്കുന്ന 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഏകദേശം 269 HP അതുപോലെ തന്നെ 550 Nm ടോർക്കാണ് വന്നിരിക്കുന്നത്. 450Dയിൽ വന്നിരിക്കുന്ന 100 HP കൂടുതലാണ്, പക്ഷേ 3 ലിറ്റർ ആണ്, ഇൻലൈൻ 6 സിലിണ്ടറാണ്. ഏകദേശം 367 HP 750 Nm ടോർക്കാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ഓടിക്കുന്നതാണ് ഏറ്റവും പവർഫുൾ മോഡൽ. ഇതിൽ വന്നിരിക്കുന്നത് 380 HP ആണ്. ഇതും ഇൻലൈൻ 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അതുപോലെ തന്നെ 380 HP അതുപോലെ തന്നെ 500 Nm ടോർക്കാണ്. ടോർക്ക് ലെവൽ ഇവൻ 300-നേക്കാളും കുറവാണ്, പക്ഷേ പവറാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ഡൽഹി പോലുള്ള മാർക്കറ്റിൽ പെട്രോൾ മോഡലാണ് കൂടുതൽ വിൽക്കുന്നതുകൊണ്ടായിരുന്നു നമുക്കിന്നിപ്പോൾ ഇവിടെ ഈ ഒരു വേരിയൻറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ പലർക്കുള്ള ഡൗട്ടാണ് ഉടനെ തന്നെ ഡീസലെല്ലാം നിന്ന് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് നിന്ന് പോകില്ല. അതുകൊണ്ടാണ് ഈ മാനുഫാക്ചേഴ്സെല്ലാം ഡീസൽ കൊണ്ടുവരുന്നത്. എന്നാലും 3 എഞ്ചിൻസിലും വന്നിരിക്കുന്ന സെയിം 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫോമാറ്റിക് 4-wheel drive സിസ്റ്റം വരുന്നുണ്ട്. നമുക്കിതിൽ ഓഫ് റോഡ് പാക്ക് വരുമ്പം നമുക്കിതിൽ റേസ് ചെയ്യാനും അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യാനെല്ലാം പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഓഫ് റോഡറാണ്. നമ്മൾ ആരും തന്നെ ഇതിനൊന്നും ഒരു ഹാർഡ് കോർ ഓഫ് റോഡിന് കൊണ്ടുപോകുന്നുണ്ടാവില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു പാക്ക് ഇൻ്റർനാഷണലി ഓപ്ഷനലി അവൈലബിൾ ആണ്. നമ്മൾ ഇന്ത്യയിൽ അത് ഓപ്ഷൻ ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഈ 3 എഞ്ചിൻസാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത്. അത് 4 സിലിണ്ടറും 2 6 സിലിണ്ടേഴ്സും. ഇന്നത്തെ പുതിയ മെർസിഡീസിൽ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടുള്ള എഡാസ് ഇല്ലെങ്കിലും ഇപ്പോഴും കൊലീഷൻ ഡിറ്റക്റ്റിംഗ് വാർണിങ്ങും അത് സെൽഫ് ബ്രേക്കിങ്ങിലും വരുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഏതൊരു ബെൻസ് എടുത്തു കഴിഞ്ഞാലും ഇപ്പം ചെയ്യേണ്ട കാര്യം നമ്മൾ സെറ്റിങ് പോയിട്ട് ഇവിടെ കൊലീഷൻ അവോയ്ഡൻസ് എടുത്ത് അതിൽ ബ്രേക്ക് അസിസ്റ്റ് ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യുക. ഞാൻ ആദ്യം ഓഫാക്കി വെച്ചിരുന്നു. അത് നമ്മൾ പാർക്ക് ചെയ്ത് ന്യൂട്രൽ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് ആക്റ്റീവ് ആണെങ്കിൽ
ആളുകൾ ക്രോസ് ചെയ്യുമ്പോഴും വണ്ടി പെട്ടെന്ന് നേരത്തെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യും. വളരെ അഡ്വാൻസ് ഫീച്ചറാണ്, അടിപൊളിയായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ റോഡിന് അത് ശരിക്കും അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് ബാക്കിൽ വണ്ടി ഒന്ന് ഇടിക്കുന്ന ഒരുപാട് മെർസിഡീസ് കേസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ കയറിയ പാട് ഇത് ശീലം, കാരണം ഇത് ഡീഫോൾട്ടായിട്ട് ഓണായി നിൽക്കും. സേഫ്റ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡീആക്ടിവേറ്റ് ചെയ്ത് ഓടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന സമയത്തിൽ ബ്രേക്ക് ചെയ്തേക്കും. നമുക്കൊരു ജഡ്ജിങ് ഉണ്ടാവും, നമ്മൾ ആ ജഡ്ജിങ് അനുസരിച്ച് ബ്രേക്ക് ചെയ്യാനോ, നമ്മുടെ നാട്ടിലെ ആളുകൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം അത് കവർ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇവർ ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്ത സാധനമുണ്ട്, പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ വണ്ടി വന്ന് ഇടിക്കുന്ന ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുള്ള സേഫ്റ്റിക്ക് ഞാൻ പറഞ്ഞുതരാറ് ഫസ്റ്റ് ഇത് ചെയ്യാൻ നമ്മളും ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പല തവണ നമ്മൾ പേടിച്ച് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ അനുഭവിച്ച 223 S ക്ലാസ് ഷൂട്ട് ചെയ്യുമ്പോൾ, അതിൻ്റെ മുമ്പ് അനുഭവിച്ചത് ശരിക്കും പേടിച്ചത് നമ്മൾ ടേൺ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന വണ്ടി മുന്നിലുണ്ട്, ടേണ് രാത്രി ആയതുകൊണ്ട് മാർക്ക് ചെയ്യാത്ത റോഡാണ്, ഇതിന് ടേണാന്ന് മനസ്സിലായില്ല. ഇത് ശരിക്കും റോഡിന് നല്ല സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തി ഞാൻ ശരിക്കും പേടിച്ചു പോയി. എന്തായാലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാം. വയർലെസ് ആയിട്ട് കാർപ്ലേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാർപ്ലേയിൽ മാപ്പ് സെലക്ട് ചെയ്തു. സോ ലെറ്റ്സ് ഹിറ്റ് ദ ഡെസ്റ്റിനേഷൻ. ഇത് GLEയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ സംഗതി വളരെ സ്മൂത്ത് റൈഡാണ്. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണിത്, അറിയുന്നതന്നെയില്ല. ബേസിക്കലി നമ്മൾ വണ്ടി ഓണാക്കി വെച്ചാൽ അത് മൈൽഡ് ഹൈബ്രിഡ് ഉള്ളതുകൊണ്ട് കട്ട് ഓഫ് ആകുമ്പോഴും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വണ്ടി ഓൺ ആവുന്ന സമയത്തൊന്നും തന്നെ അത് അറിയുന്നില്ല. അത് ശരിക്കും വളരെ സ്മൂത്ത് ട്രാൻസിഷനാണ് നടക്കുന്നത്. ചെറിയൊരു മർമർ എൻജിൻ്റെ ഉണ്ടെന്നല്ലെങ്കിൽ ഒരു സൗണ്ടും ഇല്ല. അതിനനുസരിച്ചിട്ടുള്ളൊരു സസ്പെൻഷൻ വന്നിട്ടുണ്ട്. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള എയർ സസ്പെൻഷനാണ്. നമുക്കത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം പറ്റും. ഓഫ് റോഡ് മോഡിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, പൊക്കാൻ പറ്റും. നമ്മൾ റിയറിൽ താഴ്ന്ന കണ്ടല്ലോ, അതേപോലെ തന്നെ അത് പൊക്കാനെല്ലാം പറ്റും. പക്ഷെ നമ്മൾ ഓൺ റോഡിൽ പോകുമ്പോൾ നമ്മൾ നോർമൽ റൈഡ് പൊസിഷനിൽ വെക്കുന്നതല്ല, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ചിലർ പൊക്കി വെച്ച് കൊടുക്കുകയാണ്, അപ്പോൾ കുറച്ച് സ്റ്റിഫ് ആവുന്നുണ്ട് സസ്പെൻഷൻ. നോർമലി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുഷനി ഫീൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് റൈഡാണ്. പ്രശ്നം നമ്മളെ നാട്ടിലെ റോഡാണ്. ചില ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാതിരി കട്ടിലെല്ലാം ചിലപ്പം അത് അറിയുന്നുണ്ട്. എന്നാലും ഉള്ളിലുള്ള പാസഞ്ചേഴ്സിന് അതിൻ്റെ മോശമായിട്ടുള്ളൊരു ഫീലൊന്നുമില്ല. വണ്ടി ചാണ്ടി എന്നുള്ള ഫീല്, ട്രക്ക് എന്നുള്ളൊരു ഫീൽ ലഭിക്കുന്നുണ്ട്. അത്ര ഹെവി ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ടും പിന്നെ അങ്ങനത്തെ കട്ടായതുകൊണ്ട്. പക്ഷെ സ്മൂത്തായിട്ട് തന്നെയാണ് റൈഡ് കിട്ടുന്നത്. അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുള്ളത്. സസ്പെൻഷനിൽ ശരിക്കും ഇന്ത്യയിൽ ട്യൂണിങ്സ് വരുന്നില്ല. നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാം, പക്ഷേ സസ്പെൻഷൻ മോഡ്സ് സെലക്ട് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ മോഡിലുള്ള അത് നല്ലൊരു ഇന്ത്യൻ പറ്റുന്ന രീതിയിലുള്ള കംഫർട്ടായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എൻജിൻ നമ്മളിപ്പോൾ സാധാരണ കംഫർട്ട് മോഡിലാണെങ്കിലും വളരെ റെസ്പോൺസീവാണ്. ഈവൻ ദ 500 Nm ടോർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 300-നേക്കാളും 550 Nm ടോർക്കിനെക്കാളും കുറഞ്ഞു തോന്നും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് സഫീഷ്യൻ്റ് ആണ്. ഇപ്പം നല്ല സ്ട്രെച്ച് കിട്ടിൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം. പിടിച്ചിരുന്നോ? ഇത് 380 HP പവറാണ്. ഡൗൺ ഷിഫ്റ്റിൽ ചെറിയൊരു ലാഗ് തോന്നി. അതെനിക്ക് ഒന്ന് കംഫർട്ടിലായതുകൊണ്ടും നമ്മൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അത് എനിക്ക് സ്പോർട്ട് മോഡിലിട്ട് കഴിഞ്ഞാൽ അത് തോന്നാറില്ല. ഞാൻ തോന്നിയിട്ടുമില്ല നേരത്തെ. ഇപ്പം നമ്മൾ ഇവിടെ നിന്നും റൈറ്റ് ടേൺ എടുക്കുകയാണ്. അത്യാവശ്യം ട്രാഫിക്കുള്ള സമയമായതുകൊണ്ടുള്ള നമുക്ക് കാണാം. പക്ഷേ ഇതാണ് റിയൽ ലൈഫ് കണ്ടീഷനിൽ ഒരാൾ GLE ഓടിക്കുന്നുണ്ടാവുക. ഇങ്ങനെ നോർമലി നമ്മൾ ഓടിച്ചു പോകുമ്പോഴുള്ള ഒരു ഗുണം ഞാൻ കണ്ടത് വളരെ സ്മൂത്തായിട്ടുള്ള റൈഡാണ് ലഭിക്കുന്നത്. അതും അതുപോലെ തന്നെ ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ലെവലും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെയാണുള്ളത്, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. ഓക്കെ, അതാ ഞാൻ കുറച്ച് മോശമായ റോഡുകളോട് എടുക്കുമ്പോഴും നമ്മളത് അറിഞ്ഞിട്ടില്ല ഉള്ളിലേക്ക്. അത്യാവശ്യം മോശമായ ഭാഗമാണ്, പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് അറിഞ്ഞിട്ടില്ല. എന്നാൽ ഡാമ്പ് ആണെങ്കിൽ കുറച്ച് ഡാമ്പ് ഉണ്ട്. അത് നമ്മളെ ഹാർട്ട് അടിക്കുന്ന പോലത്തെ ഡാമ്പ് അല്ല എന്നുള്ളൊരു സൗകര്യവും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. എനിവേ, നമുക്ക് GLEനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രാക്ടിക്കലി ഒരു ഓടിക്കുമ്പോഴൊരു ഫീൽ, ഒരു ഒതുക്കം ഫീൽ ചെയ്യുന്ന വണ്ടിയാണ്. നമുക്ക് അതിൻ്റെ സൈസ് ഫീൽ ചെയ്യാറില്ല. അത് GLS ആണെങ്കിൽ കുറച്ച് ലെങ്ത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന പാർക്ക് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇതിൽ അതും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇതിപ്പോൾ ഒരു അണ്ടർപാസ്സാണ്. ഈ അണ്ടർപാസിലേക്ക് കയറിയപ്പോൾ തന്നെ ലൈറ്റ് ഓണായി ഓട്ടോമാറ്റിക്കലി. ഞാൻ പറഞ്ഞ ലൈറ്റിനൊരു കാര്യം രാത്രി ഉപയോഗിക്കുമ്പോഴാണ് അറിയാം. നമുക്കത് പലപ്പോഴും ഇന്നലെ വണ്ടി എടുത്തുകൊണ്ട് ഇന്നലെ രാത്രി നമ്മൾ പോകുമ്പോൾ ശരിക്കും അറിഞ്ഞു. ഓപ്പോസിറ്റ് ഒരു വണ്ടി അല്ലെങ്കിൽ ഫ്രണ്ടിൽ വണ്ടി വരുമ്പോൾ തന്നെ അവിടെ ലൈറ്റ് കട്ട് ചെയ്യും. അത് ഫ്രണ്ടിൽ ഉള്ള വണ്ടി ആകുമ്പോഴും എനിക്കത് അനുഭവം കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറെ വണ്ടിയിലിരുന്ന് നമ്മൾ ഒരുമിച്ച് പോകുന്ന സമയത്ത്
മെർസിഡീസിൻ്റെ മൾട്ടി ബീം ഈ വണ്ടിയിൽ അല്ലെങ്കിൽ വേറെ വണ്ടിയിൽ അനുഭവിച്ചാണ് ശരിക്കും ബാക്കിൽ നിന്ന് നമ്മൾ കണ്ണിലേക്ക് കുത്താത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യൂ കട്ടാത്ത രീതിയിലാണ് ശരിക്കും ഉണ്ടാവാറുള്ളത്, വിച്ച് ഇസ് എ വെരി പ്രാക്ടിക്കൽ തിങ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ഞാൻ ഇപ്പോൾ അത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. രണ്ട് കാര്യമാണ് ഓഫാക്കി വെക്കാൻ. ഒന്ന്, ഈ പോളറൈസ്ഡ് ഗ്ലാസ് ഉണ്ടാകുമ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉള്ളതും ഇല്ലാത്തതും പോലെയാണ്. ഉള്ളത് നമുക്ക് കാണാം, പക്ഷേ എന്നാലും ശരിക്കും റീഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇത് അത്യാവശ്യം വലിയ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ ഇൻഫർമേഷൻ സെലക്ട് ചെയ്യാം. പക്ഷേ എനിക്ക് അത് വേണമെന്നില്ല എന്നുള്ള ഫീലാണ്. എനിക്ക് ഇവിടെയുള്ള ഡിസ്പ്ലേസുകൾ മതി. അതൊരു ചെറിയൊരു ഡിസ്ട്രാക്ഷനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഏത് വണ്ടിയിലാണെങ്കിലും ഹെഡ് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നല്ലത്, അങ്ങനെ സ്മൂത്തായിട്ട് പോകുമ്പോൾ നല്ലത്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇൻട്രഷൻസ് തന്നെയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇത് അഗെയിൻ ഒരു സേഫ്റ്റി ഫീച്ചറിലാണ്. നമ്മളിതിപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാമറ ഓണാവും. ഈ ഓൺ ആവുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ആ ക്യാമറ താന്ന് വരും. 360 ക്യാമറ ഉണ്ട്. അത് താന്ന് വരുന്ന ഒരു സൗണ്ട് ഇത്രയും സ്മൂത്തായിട്ട് ഉള്ളിലേക്ക് കേൾക്കും. പെട്ടെന്നും അക്കടക്ക് എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യുമ്പോൾ, പക്ഷേ ഇത് ക്ലോസ് ചെയ്യുമ്പോഴാണ് ആരും വണ്ടി ഒന്ന് തട്ടിയോ അല്ലെങ്കിൽ ചെറുങ്ങനെ ഈ സൈക്കിളെല്ലാം തട്ടിയോ എന്നുള്ളൊരു ഫീൽ ലഭിക്കുന്നുണ്ട്. അതൊരു റിയൽ ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ എനിക്കത് 2-3 പ്രാവശ്യമായിട്ട് അനുഭവിച്ച് ഇപ്പോൾ അത് ശീലമായി വരുന്നുണ്ട്. പെട്ടെന്ന് ആര് ഓടിക്കുമ്പം നമ്മൾ ഞെട്ടിപ്പോവും എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അത്രയും സ്മൂത്ത് ഇൻറ്റീരിയർ ആയതും റിഫൈൻഡ് ആയിട്ടുള്ള പ്രശ്നമാണത്. പിന്നെ എഞ്ചിൻ്റെ കാര്യം പറയുമ്പം വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള എഞ്ചിനെ നേരത്തെ ഞാൻ പറഞ്ഞു. അത് നമുക്ക് ശരിക്കും ഹൈവേയിലെല്ലാം പോകുമ്പോൾ ശരിക്കും അറിയാം. നമ്മൾ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പെഡൽ കൊടുത്താൽ ആ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ശരിക്കും അത് കയറി പോകുന്നുണ്ട്. നേരത്തെ മാത്രം എനിക്ക് ഒരു ലാഗ് ഫീൽ ചെയ്തിട്ടുള്ളൂ. സ്റ്റിൽ കംഫർട്ട് മോഡിലാണ് ഈ പ്രസൻസ് പെർഫോമൻസ് ലഭിക്കുന്നത്. നമുക്കിവിടെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാം. ഇതിലിപ്പം ഇക്കോ, അതുപോലെ തന്നെ ഓഫ് റോഡ്, കംഫർട്ട്, ഇങ്ങനെ 3 മോഡേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് മാനുവലി ഗിയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ത്രോട്ടൽ റെസ്പോൺസ് എല്ലാം ശരിക്കും മാറുന്നുണ്ട്. സോ ഇതാ നമ്മളെ ഹോട്ടലിലേക്ക് എത്തുകയും ചെയ്തു. നമ്മൾ ജിയിലിൻ്റെ റിവ്യൂ തയ്യാറുമായിട്ടുണ്ട്. സോ ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 1.25 കോടി രൂപ വിലയുള്ള വണ്ടിയാണിത്. ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് ഞാൻ പറഞ്ഞു ഒരുപാട് വണ്ടികളുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ അനുസരിച്ചിട്ട് വണ്ടി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനാണ്. ഒന്ന്, സ്മൂത്ത് ആയിട്ടുള്ള അടിപൊളി സസ്പെൻഷനാണ്. അതുപോലെ തന്നെ സ്പേഷ്യസ് ആണ്. 5 സീറ്ററാണ്, പക്ഷേ 5 സീറ്റും നമുക്ക് ശരിക്കും സ്പേഷ്യസ്ലി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. മെർസിഡീസിൻ്റെ റിലയബിലിറ്റിയാണ് മറ്റൊരു ഫാക്ടർ. അടുത്തൊരു ഫാക്ടറുള്ള മെർസിഡീസിൻ്റെ റീസെയിൽ വാല്യൂ ആണ്. ഇത്രയും ഫാക്ടേഴ്സ് കണക്കിലെടുത്തിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് ആണത്. ഇല്ലെങ്കിലും ഇതിൻ്റെ പുറമെയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് X7 ഉണ്ട്, X5ഉം Q7ഉം XC90 എല്ലാം ഉണ്ട്. ഇതെല്ലാം തന്നെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യണം. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള മറ്റൊരു വണ്ടിയിൽ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.